മിക്കവാറും അശക്തനാണ് അദ്ദേഹം. ഈ ഒരു ചങ്കൂറ്റം ഒന്ന് മാത്രം കൈമുതലാക്കിയിട്ട് അതിഭയങ്കരമായ വേദന അല്ലെങ്കിൽ ക്ഷീണം, തളർച്ച കടിച്ചമർത്തിയിട്ടാണ് പുള്ളി പ്രസവിക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിയുടെ പ്രധാനപ്പെട്ട ഇഷ്ട സബ്ജക്റ്റാണ് നാടിൻ്റെ വികസനം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പുള്ളി കേരളത്തെ ഏത് രീതിയിൽ വികസിപ്പിച്ചു. അങ്ങനെ വികസിച്ച് പൊട്ടറായി നിൽക്കുന്ന കേരളത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും പുള്ളിക്ക് മതിയാവില്ല. ആ സമയത്ത് മൈക്ക് കേടായ പോലും പുള്ളി മൈക്കുകാരനോട് കോപിക്കും, മൈക്കിനോട് കോപിക്കും, അല്ലെങ്കിൽ കേട്ടോട് നിൽക്കുന്ന ആളോട് കോപിക്കും. അതാണ് സഖാവ്. വികസനത്തെപ്പറ്റി പറയുന്നതിനിടയ്ക്കാണ് ഈ കേൾവിക്കാരൻ്റെ, അയാൾ പാർട്ടിക്കാരനായാലും ശരിയാണ്, വിരുദ്ധനായാലും ശരിയാണ്, പെട്ടെന്ന് അദ്ദേഹം ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ്. ഇതെന്ത് നിയമസഭയാണെന്നാണോ ഈ കേൾവിക്കാരൻ വിചാരിച്ചത്? നിയമസഭയിലാണെങ്കിൽ ശരിയാണ്, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ക്രമപ്രശ്നം ഉന്നയിക്കാം. ഏത് മന്ത്രി പ്രസംഗിക്കുമ്പോഴും ക്രമപ്രശ്നം ഉന്നയിക്കാം. ഇംഗ്ലീഷിൽ പോയിൻ്റ് ഓഫ് ഓർഡർ എന്ന് പറയും. അതുപോലും സഹിക്കാൻ പറ്റുന്ന ആളല്ല നമ്മുടെ മുഖ്യമന്ത്രി.